ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സസ്യം നിലപ്പനയാണ്. അപ്പോൾ നിലപ്പനയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പനയുടെ ഇലയോട് സാദൃശ്യമുള്ള ഇലകളാണ് ഇതിൻ്റേത്. ഇതിൽ ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും കാണാൻ സാധിക്കും. നിലപ്പനയെ കറുത്ത മുസ്ലി എന്നും വിളിക്കാറുണ്ട്. ദശപുഷ്പങ്ങളിൽ ഒന്നായ നിലപ്പന ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ്. പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, ചുമ, മഞ്ഞപ്പിത്തം, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നു തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങളുടെ ചികിത്സയിൽ നിലപ്പന ഉപയോഗിച്ചു വരുന്നുണ്ട്. നിലപ്പനയുടെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങും ഔഷധയോഗ്യമാണ്. നിലപ്പന കിഴങ്ങ് പാലിലരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാകും. നിലപ്പനയുടെ കിഴങ്ങ് അരച്ചിട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നതും നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇലകൾ നല്ല നീളമുള്ളതാണ്. അത് മണ്ണിൽ മുട്ടുമ്പോഴാണ് പുതിയൊരു ചെടി മുളച്ച് വരുന്നത്. നിലപ്പനയുടെ ഇല എടുത്ത് കഷായം വെച്ച് സേവിക്കുന്നത് ചുമ അല്ലെങ്കിൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ശമനം നൽകാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള നീരുകൾ, വേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇലയും വേപ്പെണ്ണയും ചേർത്ത് പുരട്ടുന്നത് ശമനം നൽകും. ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ ഏതൊരു മരുന്ന് കഴിക്കുമ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒട്ടനവധി സസ്യങ്ങൾ നമുക്കിപ്പോൾ കാണാനേ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നിലപ്പനയെ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.